गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओम ആത്മവിദ്യ അപേക്ഷിച്ച നചികേതസിനെ പല പ്രകാരത്തിൽ പരീക്ഷിച്ചു. ആത്മജ്ഞാനത്തിൻ്റെ ദുർലഭത അതാണ് ആദ്യം പറഞ്ഞത്. അനന്തരം പല പ്രകാരത്തിൽ നമുക്ക് ഭൂമിയിൽ ചിന്തിക്കാൻ കഴിയാത്ത പലവിധ പ്രലോഭന വാക്യങ്ങളെ കൊണ്ടും പ്രലോഭിപ്പിച്ചു. അവയിലൊന്നും പതറി വീഴാതെ ഉറച്ച തൻ്റെ ജിജ്ഞാസ, അറിവ് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ള ദൃഢമായ ശ്രദ്ധ നചികേതസ് പ്രദർശിപ്പിച്ചു. അവിടെയാണ് പതുക്കെ പതുക്കെ യമൻ തത്വോപദേശത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യന് മുമ്പിൽ വന്നു ചേരുന്ന സാധ്യതകളെ അഥവാ സാഹചര്യങ്ങളെ അപഗ്രഥിച്ച് നല്ലപോലെ വിലയിരുത്തി അവയിൽ നിന്ന് വേണ്ടത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ഇവിടെ ശ്രേയസ് പ്രേയസ് ഈ രണ്ടും തന്നെ മനുഷ്യനെ പ്രാപിക്കുന്നു. ധീരൻ അവയെ വേർതിരിക്കുന്നു. ആത്യന്തികമായ ശ്രേയസ്സിൻ്റെ മാർഗത്തെ വരിക്കുന്നു. എന്നാൽ താത്കാലിക കാര്യലാഭങ്ങളെ മാത്രം കണക്കാക്കുന്ന മന്ദൻ പ്രേയസത്തെ മാത്രം വരിക്കുന്നു. ആത്മജ്ഞാനം ശ്രേയസത്തിലൂടെ അല്ലെങ്കിൽ ശ്രേയസ്സിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ മാർഗം ദുർലഭമാണ്. സത്യ വിചാരം ചെയ്യുന്നവർ, പറയുന്നവർ, കേൾക്കുന്നവർ വളരെ ചുരുങ്ങും. കേട്ടാലും അറിയുന്നു എന്ന് പറയാൻ വയ്യ, അതും ചുരുക്കമാണ്. പിന്നെ എങ്ങനെ അറിയും? അപ്പം പറഞ്ഞു, പറയുന്ന ആളും കേൾക്കുന്ന ആളും ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ളവരാവണം. അങ്ങനെ ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള വിദ്വാൻ, ആ വിദ്വാനെ വിശേഷിപ്പിച്ചു അനന്യൻ. അനന്യനായ അന്യൻ പറഞ്ഞാൽ അറിയുകയല്ലാതെ വേറെ വഴി ഇല്ല. ഏതായാലും ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു, ഇത് തർക്കം കൊണ്ട് നേടാവതല്ല. ആത്മജ്ഞാനം ഒരിക്കലും തർക്കം കൊണ്ട് നേടാവതല്ല. ഈയൊരു സത്യ സാക്ഷാത്കാരത്തിനായി എത്രമാത്രം ദൃഢനിഷ്ഠയാണ് നിനക്കുള്ളത്. ഓ, നിന്നെപ്പോലെ ഇനിയും പ്രഷ്ടാവ് എനിക്കുണ്ടാവണേ
നിന്നെപ്പോലെ ചോദിക്കുന്നവൻ, ചോദ്യം ചെയ്യുന്നവൻ എൻ്റെ മുമ്പിൽ വന്നു ചേരണമേ. ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് വെച്ച ഭാഗം. നൈഷാ തർക്കേണ മതിരാപനേയാ പ്രോക്താന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ഠ യാം ത്വമാപ സത്യധൃതിർബതാസി ത്വാദൃങ്നോ ഭൂയാത് നചികേതഃ പൃഷ്ടാ. ത്വാദൃങ് പൃഷ്ടാ ഭൂയാദ്നഃ. 9ാമത്തെ മന്ത്രം 2ാം വല്ലിയിൽ. നിന്നെപ്പോലെ ചോദിക്കുന്നവൻ എനിക്ക് ഇനിയും ഉണ്ടാവണേ. അത് വലിയൊരു പ്രശംസയാണ്, അംഗീകാരവുമാണ്. പ്രശംസ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ അതും പരീക്ഷണമാണെന്ന് പറയാം. അതേ സമയത്ത് ശിഷ്യൻ്റെ വ്യക്തിത്വത്തെ എപ്പോഴും അംഗീകരിക്കുന്നവനാണ് ഗുരു. ഒരിക്കലും സാധകൻ്റെ ശിഷ്യൻ്റെ വ്യക്തിത്വത്തെ നിരസിക്കുന്നവനല്ല ഗുരു. എന്ത് പരീക്ഷണങ്ങൾ ചെയ്താലും, എത്രമാത്രം പരീക്ഷണങ്ങൾ ചെയ്താലും ശിഷ്യൻ്റെ, ശ്രോതാവിൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതൊന്നും ഗുരു ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിന്നെപ്പോലെ നമുക്ക് ഇനിയും പ്രഷ്ടാവ് ഉണ്ടാവട്ടെ എന്നുള്ളത് വ്യക്തിത്വത്തെ അംഗീകരിച്ചത് കൂടിയാണ്. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നല്ല നിഷ്ഠയോടുകൂടി, ഉറച്ച ജിജ്ഞാസയോടുകൂടി ശിഷ്യനെ നേടുക എന്നുള്ളത് ഏതൊരു ഗുരുനാഥൻ്റെയും ഉള്ളിന് സന്തോഷം നൽകുന്നതാണ്. ഗുരുശിഷ്യ വ്യവഹാരങ്ങളൊക്കെ ദ്വൈതതലത്തിലാണല്ലോ. അപ്പം ആ ദ്വൈതതലത്തിൽ, ലൗകികമായ തലത്തിൽ ഉത്തമ ശിഷ്യപ്രാപ്തി ഗുരുവിനും സന്തോഷകരം തന്നെയാണ്. ശ്രദ്ധിക്കുക. നോക്കൂ, തുടർന്ന് ജാനാമ്യഹം ശേവധിരിത്യനിത്യം നഹ്യധ്രുവൈ പ്രാപ്യത്തെ ഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിതോഗ്നി അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. ജാനാമ്യഹം ശേവധിരിത്യനിത്യം നഹ്യധ്രുവൈ പ്രാപ്യത്തെ ഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിതോഗ്നി അനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. ജാനാമി അഹം ശേവധിഃ അനിത്യമിതി. ശേവധിഃ അനിത്യം ഇതി അഹം ജാനാമി. നിധി അനിത്യമാണെന്ന് ഞാൻ അറിയുന്നു. നിധി അനിത്യമാണ്, എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതാണ് എന്ന് ഞാൻ അറിയുന്നു. നിധി പോലെ കാക്ഷിക്കപ്പെടുന്നത്, പ്രാപിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നത് എന്തോ അതാണ് നിധി. എന്നൂടി പറയാം, നിധി പോലെ പ്രാപിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നത് എന്തോ അത് നിധി. അതെന്താ? നമ്മളെല്ലാം പ്രാപിക്കുന്നത് കർമ്മഫലത്തെയാണ്. അറിഞ്ഞാലും ഇല്ലെങ്കിലും, അറിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മളൊക്കെ നേടുന്നത് കർമ്മഫലത്തെയാണ്. ഇപ്പം സർവരാലും പ്രാർത്ഥിക്കപ്പെടുന്നത് കർമ്മഫലമാണ്. അതുകൊണ്ട് തന്നെ അനേക കർമ്മങ്ങളിലൂടെ സഞ്ചയിച്ച് വെച്ച നിധി പോലെ പ്രാപിക്കാനുള്ള ഫലം
എന്തോ കർമ്മഫലം, അതാണിവിടെ നിധി. ഈ നിധി ശേവധി അനിത്യമാണ്. അനിത്യമാണ്. കർമ്മത്തിലൂടെ, അനിത്യമായ കർമ്മത്തിലൂടെ ഒരിക്കലും നിത്യമായത് പ്രാപിക്കുന്നില്ല. ഉപഭോഗം കൊണ്ട്, ഉപയോഗം കൊണ്ട് ക്ഷയിക്കുന്നതേ ഉള്ളൂ കർമ്മഫലമായിട്ട്. ഇതാണ് പറയുന്നത് ജാനാമി അഹം, ഞാൻ അറിയുന്നു. എന്തറിയുന്നു? കർമ്മഫലം അനിത്യമിതി ശേവധിരിത്യനിത്യം. എപ്പോഴും എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടുന്നൊരു തത്വത്തെ പറയുകയാണ്, നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത്. ഇതെന്നും നമ്മൾ ഓർക്കേണ്ടതാണ് ജീവിതത്തിൽ. നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത്. ഹി നിശ്ചയമായും, അധ്രുവൈഹി അനിത്യങ്ങളെ കൊണ്ട്, തദ്ധ്രുവം ആ നിത്യമായത് നഹി പ്രാപ്യതേ പ്രാപിക്കപ്പെടുന്നില്ല. ഈ അനിത്യപ്രപഞ്ചത്തിൻ്റെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുന്നതിന് ഇച്ഛിച്ച് ഈ അനിത്യപ്രപഞ്ചത്തിൻ്റെ സകല ദുഃഖജാലങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് ജിജ്ഞാസുവായി മനുഷ്യൻ സാധനാമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒരിക്കലും അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് പ്രാപിക്കപ്പെടില്ല. അനിത്യമായത് എന്തു തന്നെയായാലും അതെല്ലാം ദുഃഖങ്ങൾ തന്നെയാണ്. നിത്യമായത്, നാശരഹിതമായത് എന്തോ അത് അനിത്യമായതിനെ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. അനിത്യമായതിനെ കൊണ്ട് എന്ത് പ്രാപിക്കുന്നുണ്ടോ അതും അനിത്യമാവാനേ തരമുള്ളൂ. ഇതാണ് യുക്തി. വാസ്തവത്തിൽ നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത് എന്നുള്ളതാണ് ഒരു മനുഷ്യന് വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ അവശ്യം വേണ്ടത് ഈയൊരു ബോധമാണ്. ബാക്കിയെല്ലാം താനേ ഉണ്ടായിക്കോളും. വേദാന്തശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക്, പ്രമാണവിചാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുവൻ അധികാരം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഈയൊരു ബോധമാണ്. ഇത് ശ്രുതി സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എവിടെ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, അതാണ് നമ്മുടെ ലോകം. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ലോകം. ഈ ലോകങ്ങളെ നല്ലതുപോലെ പരീക്ഷിച്ചിട്ട് എല്ലാ പ്രകാരത്തിലും നിരീക്ഷിച്ചിട്ട്, എല്ലാ പ്രകാരത്തിലും നിരീക്ഷിച്ചിട്ട്, അതാണ് പരീക്ഷിച്ചിട്ട്, ഹേതു സ്വരൂപ കാര്യങ്ങളെ ചിന്തിച്ചിട്ട്, ഗുണദോഷ വിചാരം ചെയ്തിട്ട്, അങ്ങനെയാണ് ശരിയായ വൈരാഗ്യം വരുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. 1000 കൊല്ലം ജീവിച്ചു, ഒരു പ്രയോജനവും ഇല്ല അനുഭവങ്ങളെ വിലയിരുത്തുന്നില്ലെങ്കിൽ. തനിക്ക് നിത്യവും ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെ, അവ ഓരോന്നിൻ്റെയും ഹേതു സ്വരൂപ കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ ജീവിതാനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നു. അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാവുന്നു നാസ്തി അകൃതകൃതേനായെന്ന്. കൃതമായതിനെ കൊണ്ട് അകൃതമായത് നേടാൻ സാധിക്കുന്നില്ല. ഇതാണ് ഉപനിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുപ്രാപ്തി എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്ന മന്ത്രം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ
ബ്രാഹ്മണോ നിർവേദമായാത്. ഇത് മുണ്ടകോപനിഷത്തിലെ മന്ത്രമാണ്. ആരും കഠോപനിഷത്തിൽ നോക്കേണ്ടതില്ല. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഇത്ര സ്പഷ്ടമായി ഗുരൂപസദനത്തെ പറയുന്നൊരു മന്ത്രം ഉപനിഷത് വാങ്മയത്തിൽ വേറെ കാണില്ല. അതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന നഹ്യധ്രുവൈഹി പ്രാപ്യതേഹി ധ്രുവം തത് എന്നുള്ളത് വേദാന്ത പ്രമാണ വിചാരത്തിലേക്ക് പോകുന്ന സാധകനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമാണെന്ന് പറഞ്ഞു. അത് സ്പഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ മുണ്ടകോപനിഷത്തിൽ പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ, കർമ്മണചിതാൻ, കർമ്മചിതാൻ, കർമ്മത്തിലൂടെ സഞ്ചയിക്കപ്പെടുന്ന നേടപ്പെടുന്ന ലോകാൻ, ലോകങ്ങളെ, അനുഭവ മണ്ഡലങ്ങളെ അല്ലെങ്കിൽ അനുഭവ മേഖലകളെ പരീക്ഷ്യ, നല്ലതുപോലെ ഈക്ഷണം ചെയ്തിട്ട് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് നല്ല പോലെ യുക്തിപൂർവം ഒന്നിനുള്ളിൽപ്പെട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ട വിധം അതിനെ പരീക്ഷിച്ചറിയാൻ കഴിയില്ല. ഒന്ന് മാറി നിന്ന് നോക്കാൻ കഴിയണം. തൻ്റെ ഏത് ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമ്പോഴും ഒന്ന് മാറി നിന്ന് നോക്കാൻ കഴിയണം. നമുക്ക് പലപ്പോഴും സാധിക്കാത്തത് അതാണ്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ നല്ലപോലെ വിലയിരുത്താൻ കഴിയും. പക്ഷേ സ്വന്തം ജീവിതാനുഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മളതിലങ്ങ് ചേർന്ന് പോവും. മാറി നോക്കാൻ പലപ്പോഴും കഴിയില്ല. അങ്ങനെ മാറി നിന്ന് നോക്കാൻ കഴിയുമ്പോൾ അപ്പോഴാ കർമ്മങ്ങളിലൂടെ സഞ്ചയിക്കുന്ന ലോകങ്ങളെ പരീക്ഷിക്കുമ്പോഴാണ് അറിയുന്നത് നാസ്തി അകൃതകൃതേന, ചെയ്തതിനെ കൊണ്ട് സകല ചെയ്തികൾക്കും ഉപരിയുള്ള തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ ബോധമാണ് ശരിയായ വൈരാഗ്യം. അതാണ് ബ്രാഹ്മണോ നിർവേദമായാത്. നല്ലതുപോലെ ജീവിതാനുഭവങ്ങളെ പരീക്ഷിച്ചിട്ട് ബ്രാഹ്മണന് വൈരാഗ്യം വരുന്നു, വൈരാഗ്യത്തെ പ്രാപിക്കുന്നു. ബ്രാഹ്മണൻ സത്വഗുണപ്രധാനി, ബ്രാഹ്മണൻ വേദത്തെ അധ്യയനം ചെയ്തവൻ, വിവേകശാലി. അപ്പോൾ ചെയ്തതിനെ കൊണ്ടൊന്നും ലൗകികമോ വൈദികമോ ആയ ഒരു ക്രിയാവിശേഷത്തെ കൊണ്ടും സത്യസാക്ഷാത്കാരമില്ല. പിന്നെ എന്താ മാർഗം? അപ്പോഴാ പറയുന്നത് ഉപനിഷത്ത് തദ്വിജ്ഞാനാർത്ഥം, ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിജ്ഞാനാർത്ഥം. ശ്രദ്ധിക്കുക, അവിടെ ജ്ഞാനാർത്ഥം എന്നല്ല, വിജ്ഞാനാർത്ഥം. ജ്ഞാനം വിജ്ഞാനം ഈ രണ്ട് ശബ്ദങ്ങളും സാധാരണ സംസ്കൃതത്തിൽ ജ്ഞാനം ആത്മാദി പദാർത്ഥങ്ങളുടെ അറിവ്, വിജ്ഞാനം വിവിധ ജ്ഞാനങ്ങളുടെ അറിവ് എന്നാണ് സാധാരണ സംസ്കൃതത്തിൽ അർത്ഥം. എന്നാൽ വേദാന്തത്തിൽ അതല്ലേ അല്ല അർത്ഥം. വേദാന്തത്തിൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വാനുഭവപൂർവകമായ ജ്ഞാനമാണ്. സംശയ വിപര്യങ്ങൾ നീങ്ങി എപ്പോഴാണോ ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം ഇവ മൂന്നും ഒന്നായി ഭവിക്കുന്നത്, അതാണ് വിജ്ഞാനം. ശ്രദ്ധിക്കുക, വിജ്ഞാനാർത്ഥം സഹ ഗുരുമേവാഭിഗച്ഛേത്. അവിടെ ഒറ്റ വഴിയുള്ളൂ, രണ്ട് വഴിയില്ല. ഗുരുവെ തന്നെ പ്രാപിക്കണം, ഗുരുവെ തന്നെ പ്രാപിക്കണം. ഗുരുവെ പ്രാപിക്കണം എന്നല്ല പറഞ്ഞത്, ഗുരുവെ തന്നെ പ്രാപിക്കണം. ഗുരു ഏവ അഭിഗച്ഛേത്. അവിടെ ഒരു സംശയം വന്നു, ആരാണ് ഗുരു? ഏത് ഗുരുവെയാണ് പ്രാപിക്കേണ്ടത്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ വേണം പ്രാപിക്കുക. ശ്രോത്രിയനായ ഗുരുവെ പ്രാപിച്ചാൽ പോരാ, ബ്രഹ്മനിഷ്ഠനായ ഗുരുവെ പ്രാപിച്ചാൽ പോരാ, രണ്ടും പോരാ. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ വേണം പ്രാപിക്കുക. ഇത് വളരെ പ്രധാനമാണ്. ഗുരുനാഥൻ ബ്രഹ്മനിഷ്ഠനായിരിക്കണം.
താൻ ഉപദേശിക്കുന്ന തത്വത്തിൽ അഭിന്നനായി കഴിയുന്നവനായിരിക്കണം. അതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിലൊരു ശബ്ദം പഠിച്ചു, അനന്യേനൈവ പ്രോക്ത എന്നുള്ളത്. അനന്യൻ, താൻ ഉപദേശിക്കുന്ന തത്വത്തിൽ നിന്ന് അന്യഭാവം ഇല്ലാത്തവൻ ആരോ അവൻ അനന്യൻ. അപ്പോൾ ഗുരു അനന്യനായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. പറയുന്നതൊന്ന്, ജീവിക്കണത് വേറൊന്ന്, അതല്ല, അത് അന്യനാണ്. പറയുന്നതും തൻ്റെ വർത്തനവും ഒന്ന് തന്നെ, അവൻ അനന്യൻ, ബ്രഹ്മനിഷ്ഠൻ. താൻ ഏതൊരു തത്വത്തെ പറയുന്നുവോ, ഏതൊരു തത്വത്തെ കേൾക്കുന്നുവോ, ഏതൊരു തത്വത്തെ ചിന്തിക്കുന്നുവോ അതിൽ അഭിന്നനായി കഴിയുന്നവൻ ബ്രഹ്മനിഷ്ഠൻ. ബ്രഹ്മണി ഏവ നിതരാം തിഷ്ഠതി ഇതി ബ്രഹ്മനിഷ്ഠ. അഭിന്നനായി ബ്രഹ്മത്തിൽ തന്നെ വസിക്കുന്നവനാരോ അവൻ ബ്രഹ്മനിഷ്ഠൻ. ബ്രഹ്മനിഷ്ഠനായിരിക്കണം ഗുരു. ബ്രഹ്മനിഷ്ഠനായ ഗുരുനാഥന് അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനായ വ്യക്തിക്ക് എപ്പോഴും സ്വാനന്ദമുണ്ടാവാം. അവൻ ആനന്ദ സ്വരൂപത്തിൽ കഴിയുന്നവനായിരിക്കും. പക്ഷെ അവന് ഗുരു ആവാൻ പറ്റില്ല. ഗുരു ആവണമെങ്കിൽ ശ്രോത്രിയനുമായിരിക്കണം. വിധിവത് അധീത ശ്രുത, വിധിപ്രകാരം പഠിച്ചവനായിരിക്കണം. ഒരാൾ ബ്രഹ്മനിഷ്ഠനാണ്, പക്ഷെ ശ്രോത്രിയനല്ല, അത് പറ്റില്ല. അയാൾ മഹാനാണ്, മഹാനല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഗുരു ആവണമെങ്കിൽ ബ്രഹ്മനിഷ്ഠനുമാവണം, ശ്രോത്രിയനുമാവണം. വിധിപ്രകാരം ശാസ്ത്രത്തെ അധ്യയനം ചെയ്തവനാവണം. ഇതാ ഞാനീ പറയുന്നതുണ്ടല്ലോ, ഇത് മുഴുവൻ ഗുരുനാഥനിൽ നിന്ന് കേട്ടതാട്ടോ. ആ ഗുരുനാഥനോ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനിൽ നിന്ന് കേട്ടതാ. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനിൽ നിന്ന് കേട്ടതാ. അങ്ങനെ മുന്നോട്ട് പോയാൽ സദാശിവ സമാരംഭാം എന്നാവും. ദക്ഷിണാമൂർത്തിയിൽ നമ്മൾ എത്തിച്ചേരും, ആദി നാരായണനിൽ നമ്മൾ എത്തിച്ചേരും. എന്ത് പേര് പറഞ്ഞാലും തിരക്കേടില്ല. അതാണ് ശ്രോത്രിയ ശബ്ദത്തിനർത്ഥം. ശ്രദ്ധിക്കുക. അനുഭൂതി സമ്പന്നനായ ബ്രഹ്മനിഷ്ഠൻ തീർച്ചയായിട്ടും സ്വാനന്ദത്തിൽ കഴിയുന്നവനാണ്. പക്ഷേ മറ്റൊരാൾക്ക് തത്വം ഉപദേശിക്കണമെങ്കിൽ നിശ്ചയമായും ശ്രോത്രിയൻ ആയിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്ര സമ്പ്രദായം പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. വളരെ ലളിതമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തൻ്റെ അരികെ പ്രാപിക്കുന്ന ജിജ്ഞാസുക്കളോട് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. സ്വയം ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ ഒരു സൂചിയോ എന്തെങ്കിലും ഒന്ന് മതി. പക്ഷെ പ്രബലനായ പ്രതിയോഗിയെ കൊല്ലാനോ? ഒരു കത്തിയും കൊണ്ട് പ്രബലനായൊരു പ്രതിയോഗിയുടെ അടുത്ത് പോയാൽ എന്താ ഉണ്ടാവുക? അവിടെ അനേകവിധ ആയുധങ്ങൾ വേണം, അനേകവിധം. അതാണ് അനേക ശാസ്ത്രങ്ങളുടെ സമ്പ്രദായത്തിൻ്റെ പരമ്പരാപ്രാപ്തമായ അറിവിൻ്റെ പിൻബലം ശ്രോത്രിയനുണ്ട്. അപ്പോൾ ശ്രോത്രിയനുമാവണം, ബ്രഹ്മനിഷ്ഠനുമാവണം. ഇങ്ങനെയുള്ള ഗുരുവെ വേണം പ്രാപിക്കാൻ. എങ്ങനെ പ്രാപിക്കണം? സമിത് പാണിഹി. സമിത് പാണിഹി വലിയൊരു പ്രയോഗമാണ്. കയ്യിൽ സമിധ ഏന്തിക്കൊണ്ട്, സമിത് ഭാരഗൃഹീത ഹസ്ത, കയ്യിൽ സമിത് ഭാരമേന്തിക്കൊണ്ട്. എപ്രകാരമാണോ സമിധ ഹോമകുണ്ടത്തിൽ അഗ്നിയിൽ ഹോമിക്കപ്പെടുമ്പോൾ തീർത്തും വെണ്ണീറായി തീരുന്നത്, അതുപോലെ തൻ്റെ സകല വാസനാജാലങ്ങളെയും തൻ്റെ അഹങ്കാര വിശേഷങ്ങളെയും എല്ലാം ഭസ്മീകരിക്കുകയാണ്. ഈയൊരു ഭാവനയോടുകൂടി അതിൻ്റെ ഒരു പ്രതീകത്വം എന്ന നിലയ്ക്ക് സമിദ്ഭാരം ഏന്തിക്കൊണ്ടാണ് ഗുരുവിനരികെ പോകേണ്ടത്. ശ്രദ്ധിക്കുക. ഈ ഒരു ശാസ്ത്രത്തിൽ, വേദാന്ത പ്രമാണ വിചാരത്തിൽ ഏറ്റവും പ്രധാനമായ ശാസ്ത്രപ്രാപ്തി അല്ലെങ്കിൽ ഗുരുപ്രാപ്തി എന്നുള്ളതിലേക്ക് എന്താണ് കാരണം? നാസ്തി അകൃതകൃതേന എന്നുള്ളതാണ്.
ആ തിരിച്ചറിവാണ് ഇവിടെ പറയുന്നത്. നഹ്യധ്രുവൈഹി പ്രാപ്യത്തെ ഹി ധ്രുവം തത്. നിശ്ചയമായും അനിത്യമായതിനെ കൊണ്ട് നിത്യമായത് നേടപ്പെടില്ല. തതഃ അനന്തരം, ഇതൊക്കെ അറിഞ്ഞിട്ടും, മയാ എന്നാൽ, ഹേ നചികേതഃ, അല്ലയോ നചികേതസേ, ചിതഃ അഗ്നിഹി, ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ അഗ്നിയെ തന്നെ ശയനം ചെയ്തു. ഞാൻ അഗ്നികർമ്മങ്ങളെ തന്നെ ചെയ്തു. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടി? ദാ യമപദവി കിട്ടി. അനിത്യൈഹി ദ്രവ്യൈഹി പ്രാപ്തവാൻ അസ്മി നിത്യം. അനിത്യൈഹി ദ്രവ്യൈഹി പ്രാപ്തവാൻ അസ്മി നിത്യം. ഒരു വൈരുദ്ധ്യം ഇവിടെ ഇല്ലേന്ന് തോന്നും പദം ശ്രദ്ധിച്ചാൽ. നേരെ അർത്ഥം പറഞ്ഞാൽ വൈരുദ്ധ്യമുണ്ട്. കാരണം പറയുന്നത് എന്താ? അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് ഞാൻ നിത്യമായതിനെ പ്രാപിച്ചിരിക്കുന്നു. നേരത്തെ എന്താ പറഞ്ഞേ? അനിത്യമായതിനെ കൊണ്ട് നിത്യമായതിനെ പ്രാപിക്കാൻ കഴിയില്ല. അതിനാണ് ശ്രുതി സമ്മതി. ഇപ്പം പറയുകയാണ്, ഞാൻ അനിത്യങ്ങളായതിനെ കൊണ്ട് ദാ ഈ നിത്യമായതിനെ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ യമപദവിയിലിരിക്കുകയാണ്. യമപദവി നിത്യമാണോ? ഒരിക്കലും അല്ല. അത് ആപേക്ഷികമായ നിത്യത്വമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇതൊരു സ്വയം സമാധാനിക്കുകയും കൂടിയാണ്. ഞാൻ നിത്യമായതിനെ പ്രാപിച്ചു. ഇത് ആപേക്ഷികം, അത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് ആ തത്വം. അനിത്യമായതിനെ കൊണ്ട് നിത്യമായതിനെ പ്രാപിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും അറിയുന്നവനായ ഞാൻ അഗ്നിയെ ചയനം ചെയ്തു, അഗ്നികർമ്മം ചെയ്തു. അതിൻ്റെ ഫലമായുള്ള പുണ്യം കൊണ്ട്, അനേക യജ്ഞങ്ങളെ നിർവഹിച്ചതിനാലുള്ള പുണ്യം കൊണ്ട് ഞാനിതാ നിത്യമായ യമപദവിയെ പ്രാപിച്ചിരിക്കുന്നു. നിത്യമായ യമപദവി. യമപദവി നിത്യമൊന്നുമല്ല, ആപേക്ഷികമായി നിത്യമാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാറുണ്ട്, ആപേക്ഷികമായി നിത്യം. ദേവന്മാരൊക്കെ അമൃതന്മാരാന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഞാൻ അമൃതത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ വ്യക്തമായ ബോധം യമനുണ്ടെന്ന് നമുക്കറിയാം. ജാനാമ്യഹം ശേവധിരിത്തി അനിത്യം എന്നൊരൊറ്റ പദപ്രയോഗം കൊണ്ട്. കർമ്മഫലരൂപമായ നിധി മുഴുവൻ അനിത്യമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ ഈ കർമാചരണ പദ്ധതിയിലൂടെ തന്നെ നിത്യമായ യമപദവിയെ നേടിയിരിക്കുന്നു. അവിടെ വ്യക്തമാണ് ഈ പറയപ്പെടുന്ന യമപദവി ആപേക്ഷികമാണ്. ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയുമ്പോഴും നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ടാവും നചികേതസിൻ്റെ മുഖം. എന്തൊക്കെ ഭാവമാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെ പ്രശംസിക്കുമ്പോഴും ഒക്കെ. മാത്രമല്ല, ഞാൻ അനിത്യമായതിനെ കൊണ്ട് നിത്യമായതിനെ പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഭാവമാണ് നചികേതസിൻ്റെ മുഖത്തുണ്ടാവുന്നതെന്നുള്ളത് നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ടാവും യമൻ. കാരണം നോക്കൂ, ഞാൻ കണ്ടില്ലേ നിത്യമായത് പ്രാപിച്ചത്. നിനക്കും ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ വക പദവിയൊക്കെ പ്രാപിച്ചൂടെ? അതല്ലേ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാലെങ്കിലും അവന് ചെറിയൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നാം പിന്നെ ആത്മജ്ഞാനം ഉപദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധിക്കുക. മാത്രമല്ല, കാമസ്യാപ്തിം ജഗത പ്രതിഷ്ഠാം ക്രതോരനന്ത്യമഭയസ്യ പാരം സ്തോമമഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്രാക്ഷീ. നചികേതഃ കാമസ്യ ആപ്തിം ജഗതഃ പ്രതിഷ്ഠാം ക്രതോഃ അനന്ത്യം അഭയസ്യ പാരം മഹദ് ഉരുഗായം സ്തോമം പ്രതിഷ്ഠാം ദൃഷ്ട്വാ.
ധൃത്യ ധീരഃ ത്വം അത്യസ്രാക്ഷീഹി. ഒറ്റ വാചകമാണത്, നടുക്കൊന്നും മുറിക്കാൻ പറ്റില്ല. ഹേ നചികേതഃ, അല്ലയോ നചികേതസേ, വിളിക്കുകയാണ്, അല്ലയോ നചികേതസേ, നീ ആള് കേവനാട്ടുവോ, നീ ആള് ചില്ലറക്കാരനല്ല. കാരണം കാമസ്യ ആപ്തിം, കാമത്തിൻ്റെ പരമാവധിയെ, ആപ്തി പ്രാപ്തി, എന്തെല്ലാം കാമിക്കാൻ കഴിയുമോ ആ വകയൊക്കെ കാമിച്ച് അതിൻ്റെ പരിസമാപ്തി വരെയുള്ളതിനെ. ഒന്നങ്ങോട്ട് കാമിച്ചു നോക്കും, മനസ്സിൽ ഇങ്ങനെ പോയി നോക്കട്ടെ. 10, 100, 1000 എന്നങ്ങനെ കൂടി പോയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവലോകത്തിലെത്തി. ദേവലോകത്തിൽ തന്നെ അതിനേക്കാൾ ഉയർന്ന അങ്ങനെ പോയി കർമ്മതന്ത്രത്തിലൂടെ നേടാവുന്ന പരമാവധി ഇന്ദ്രപദവി ആയിക്കോട്ടെ, അതുവരെയുള്ള അത്രയൊക്കെയുള്ളൂ കാമസ്യാപ്തി. അതുവരെയുള്ളതിനെ ഒരു മനുഷ്യന് കർമാചരണത്തിലൂടെ നേടാൻ കഴിയുന്ന പരമാവധി അത്രയും. ജഗതഃ പ്രതിഷ്ഠാം, ഈ ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യം, സകല പ്രപഞ്ചത്തിൻ്റെയും ചക്രവർത്തിയാക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രതിഷ്ഠയെ ക്രതോഹോ അനന്ത്യം, ക്രതുവിൻ്റെ യാഗവിശേഷത്തിൻ്റെ അനന്തമായിരിക്കുന്ന ഫലപ്രാപ്തി, ക്രതുവിൻ്റെ യാഗവിശേഷങ്ങളുടെ പരമാവധി ഫലപ്രാപ്തിയെ അഭയസ്യ പാരം, ഭയരഹിതമായ പദവിയുടെ അങ്ങേയറ്റം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. എവിടെയാ ഭയരഹിതമായ പദവിയുടെ അങ്ങറ്റം പറഞ്ഞേ? അവിടെ മൃത്യുവില്ല, ഭയമില്ല എന്നൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. ജരയില്ല. അങ്ങനെയുള്ള പരമാവധി അഭയത്തിൻ്റെ പരമമായ, ക്രതുവിൻ്റെ പരമമായ, ജഗത്തിൻ്റെ സമ്പൂർണമായ പ്രതിഷ്ഠയെ മനുഷ്യന് ചിന്തിക്കാവുന്ന അഥവാ അതിനുപരിയുള്ള കാമത്തിൻ്റെ പരമാവധിയെ അങ്ങേയറ്റം സ്തുതിക്കപ്പെടേണ്ടുന്ന, അങ്ങേയറ്റം സ്തോമമായ, മാഹാത്മ്യമേറിയ, മഹത്തായ, ഉരുകായം വിസ്തീർണമായ പ്രതിഷ്ഠയെയും ഒക്കെ ദൃഷ്ടുവാ, ബുദ്ധി കൊണ്ട് കണ്ടിട്ട്, ഇതൊക്കെ ബുദ്ധി കൊണ്ടതിൻ്റെ ഗുരുലാഘവം ചിന്തിച്ചിട്ട്, ധൃത്യാ, ധൃതി കൊണ്ട്, ധാരണാശക്തി കൊണ്ട്, ധൈര്യം കൊണ്ട്, മനക്കരുത്തുകൊണ്ട്, വിചാരശേഷി കൊണ്ട്, ത്വം നീ, ധീരഃ, ധീരൻ, അത്യസ്രാക്ഷി, അതിക്രമിച്ചുവല്ലോ. നിന്നെപ്പോലെ ധീരൻ ലോകത്തിൽ ആരുണ്ട്? ഇതൊന്നും നിന്നെ ചഞ്ചലനാക്കിയില്ലല്ലോ. ഇത്രയ്ക്കൊക്കെ പറഞ്ഞിട്ടും നീ അതിലൊന്നും ബദ്ധനായില്ലല്ലോ. അതിനെയൊക്കെ കണ്ടിട്ട്, കാണാതെയല്ല. ഇപ്പോൾ ഒരു വസ്തു ഞാൻ നോക്കില്ല, എനിക്കത് കാണണ്ട, എനിക്കറിയണ്ട പറഞ്ഞിട്ട് വാശി പിടിച്ച് വേറൊന്ന് എൻ്റെ പിന്നാലെ പോവാം. പിന്നെ വേറൊന്ന് പോയിട്ടാ വേണ്ടിയില്ലായിരുന്നു, അത് തന്നെ മതിയായിരുന്നു കേട്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അങ്ങനെ ഉണ്ടാവും. പലപ്പോഴും നമ്മളോട് എന്തെങ്കിലും ചില വസ്തുവിശേഷങ്ങളെ അല്ലെങ്കിൽ ചില പ്രാപ്യസ്ഥാനങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് ചില മുൻധാരണ ഉണ്ടാവും, അത് വേണ്ടാന്ന്. അന്ന് വേണ്ട പറയും. നോയിക്കൊള്ളുന്നേ, എനിക്ക് കാണണ്ട പറയും. ശരി, എന്നാ വേണ്ട, എന്നാ നോക്കായിരുന്നു കേട്ടോ, നഷ്ടമായോ എന്നൊരു രണ്ടാമതൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ ദൃഷ്ടുവാ, ഒരു പദം നോക്കൂ, ദൃഷ്ടുവാ, കണ്ടിട്ട്, ഒക്കെ നല്ല പോലെ കണ്ട് മനസ്സിലാക്കി ഗുണദോഷ വിചാരം അല്ലെങ്കിൽ ഗുരുലാഘവ വിചാരം ചെയ്തിട്ടാണ് ധൃത്യ, ധാരണാശക്തി കൊണ്ട്, ധൈര്യം കൊണ്ട്, മേധാവിത്വം കൊണ്ട്, ത്വം നീ അത്യസ്രാക്ഷീഹി,
അതിനെയൊക്കെ അതിസർജനം ചെയ്തു, അതിനെയൊക്കെ മറികടന്നു. അതൊന്നും നിന്നെ ബന്ധിച്ചില്ല. ഞാനിതൊക്കെ അറിഞ്ഞിട്ടും ഈ യമപദവിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുക. അപ്പോൾ ഇതിൽ പരം ഇനിയൊന്നും പ്രശംസിക്കാനില്ല. നേരത്തെ നിന്നെപ്പോലെ എനിക്ക് പ്രഷ്ടാവ് ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വലിയ പ്രശംസയാണ്. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതിനേക്കാൾ വലിയൊരു പ്രശംസ ഇനി ചെയ്യാനില്ല. ഇത് ചെയ്തപ്പോഴും ഒരു മാറ്റവും നചികേതസിനില്ല. അയാൾ അറിയാൻ തക്ക ജിജ്ഞാസയോടുകൂടി തന്നെ ഇരിപ്പാണ്. ഇതിലൊന്നും അയാൾക്ക് വലിയ ശ്രദ്ധയില്ല. എന്ത് പറഞ്ഞാലും പറയട്ടെ, താൻ ചോദിച്ചത് പറഞ്ഞുതരാൻ ഭാവമുണ്ടോ, ഈ മട്ടിലാ നചികേതസിൻ്റെ ഇരിപ്പ്. എന്നാൽ പിന്നെ ഒരു സൂചന കൊടുക്കാം. ആ ഒരു സൂചനയായിട്ട് തത്വോപദേശം മുഴുവൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ആ സൂചനയെ പിൻപറ്റി വീണ്ടും വിസ്തരിച്ച് ചോദിക്കുകയോ എങ്കിൽ മതിയല്ലോ, വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് യമൻ ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശം? വളരെ ശ്രദ്ധിക്കുക. വിസ്തരിച്ചുള്ള ഉപദേശം വരാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും ആ ഉപദേശത്തിൻ്റെ മുഴുവൻ ഒരു സൂത്രം, ആ ഉപദേശങ്ങളുടെ മുഴുവൻ ഒരു ഉപക്രമം എന്ന രീതിയിലുള്ള ഒരു ഉപദേശമാണ് ഇവിടെ ചെയ്യുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ രണ്ടും ഒന്നാവട്ടെ. നോക്കൂ. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി. ഈ ശാസ്ത്രമൊക്കെ ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിച്ചു പോവാം. പഠിക്കുന്ന കൂട്ടത്തിൽ ചില സൂചനകളൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കണം. ആരെങ്കിലും എത്ര ധീരശബ്ദം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നൊന്ന് എണ്ണി നോക്കുക. എത്ര പ്രാവശ്യം ഇതിനകം തന്നെ ധീരശബ്ദം പറഞ്ഞു. ധീരന്മാർക്കുള്ളതാണ് ഉപനിഷത്ത്. അത് ശ്രദ്ധിക്കുക, ഭീരുക്കൾക്കുള്ളതല്ല. അപ്പോൾ ഭീരുക്കൾക്കൊരാശ്രയമില്ലേ? ആശ്രയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഉപനിഷത്തില്ല. അവർക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ രക്ഷിക്കണേ, എന്നെ എടുത്തോണ്ട് പോണേ, എന്നെ ഒന്ന് നേരെയാക്കി തരണേ, ദൈവമേ, ഗുരുനാഥ, അമ്മേ, അച്ഛാ, ഒക്കെ വേണ്ടത് തന്നെയാണ്. അവരൊന്നും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവർക്കൊക്കെ വഴി നമ്മളെ ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വേദാന്ത വിചാരം അത് ധീരന്മാർക്കുള്ളതാണ്. നിനക്കുപരി ആശ്രയമായി ഞാനുണ്ട്, അവർക്കുള്ളതല്ല വേദാന്തം. അത് ശ്രദ്ധിക്കുക. നിനക്ക് നീയുണ്ട്, അവർക്കുള്ളതാണ് വേദാന്തം. നല്ലപോലെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വേദാന്തത്തെ പലർക്കും ഭയമാണ്. എപ്പോഴും നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാളെ എപ്പോഴും തൻ്റെ കീഴിൽ വെക്കണം എന്നുള്ളവർ ഒരിക്കലും വേദാന്തത്തെ ഇഷ്ടപ്പെടില്ല. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇഷ്ടപ്പെടില്ല. പിന്നെ അടക്കി വയ്ക്കാൻ പറ്റില്ല കീഴിൽ. അത് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ മറ്റൊന്നുമില്ല. ഗുരുവിനും ശിഷ്യനും ഇടയ്ക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ശാസ്ത്രം. വേറൊരു ഇടപാടുമില്ല. വേറെ പലതും വരുമ്പം പലതും വരും കൂടെ. അതുകൊണ്ട് ശുദ്ധമായ വേദാന്തത്തെ
അതിൻ്റെ സമ്പ്രദായത്തിൽ തന്നെ അറിയേണ്ടതാകുന്നു. ശ്രദ്ധിക്കുക. തം ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം ദേവം. ഇത്രയും ദ്വിതീയ വിഭക്തിയിലുള്ള പദങ്ങളാണ്, ഒന്നിച്ചന്വയിക്കേണ്ടതാണ്. എന്നൊരു പറയാം. തം ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം ദേവം. ദേവനെ, ദേവം ദേവനെ. ദേവനോ? അതാരാ ദേവൻ? ദ്യോതനാത് ദേവ. പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ ദേവൻ. പ്രകാശിപ്പിക്കണമെങ്കിൽ പ്രകാശിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് ദീപനാത് ദേവ, പ്രകാശിക്കുന്നത് കൊണ്ട് ദേവൻ. അപ്പോൾ പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവൻ ദേവൻ. വേദത്തിലെ പദങ്ങളുടെ അർത്ഥത്തെ സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തരുന്ന യാസ്ക മഹർഷി 4 അർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന് പറഞ്ഞു തരുന്നത്. ദ്യോതനാദ്വ, ദീപനാദ്വ, ദാനാദ്വ, ദിവിഭവോവ ദേവഃ എന്ന്. ദേവശബ്ദത്തിന് 4 അർത്ഥങ്ങൾ പറയും. ഇത് ധാതുവിൽ നിന്ന് സിദ്ധമാകുന്ന അർത്ഥമല്ല കേട്ടോ. ദേവശബ്ദത്തിന് ധാതുവിൽ നിന്ന് സിദ്ധമാകുന്ന അർത്ഥം വേറെ പലതും ഉണ്ട്. യാസ്കൻ നിരുക്തത്തിൽ പ്രാധാന്യേന പറഞ്ഞത് ധാതുജമായ അർത്ഥമല്ല, അല്ലാതെ രൂഢമായ അർത്ഥമാണ് യാസ്കൻ അധികവും പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിക്കുക. ധാതുജമായ അർത്ഥം യാസ്കൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പാണിനി തുടങ്ങിയ മഹർഷിമാർ ധാതു അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടാതെ വേദത്തിൽ പ്രത്യേകിച്ച് വേദത്തിൻ്റെ സംഹിത ബ്രാഹ്മണാത്മകമായിരിക്കുന്ന ഭാഗത്തുള്ള പദങ്ങളുടെ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പദാർത്ഥ നിർണയം ചെയ്യണം എന്നുള്ള വിഷയങ്ങൾ അതത് പ്രാതിശാഖ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതത് പ്രാതിശാഖ്യം ശ്രദ്ധിക്കുക. ഋഗ്വേദ പ്രാതിശാഖ്യം അല്ലെങ്കിൽ യജുർവേദീയ പ്രാതിശാഖ്യം, അങ്ങനെയുള്ള പ്രാതിശാഖ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാസ്കൻ പറയുന്നത് വിശേഷമായി ശ്രദ്ധിക്കേണ്ട അർത്ഥമാണ്. അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും വേദവ്യാഖ്യാതാക്കൾക്ക് പെശക് പറ്റുന്നത്. അത് ശ്രദ്ധിക്കുക. യാസ്കൻ ദേവശബ്ദത്തിന് ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ, സർവർക്കും സർവമഹിമകളെയും ദാനം ചെയ്യുന്നവൻ, ദ്വിലോകത്തിൽ നിവസിക്കുന്നവൻ, ഇങ്ങനെ 4 അർത്ഥങ്ങളാണ് പറയുന്നത്. എന്നോട് പറയാം. യാസ്കൻ പറയുന്ന 4 അർത്ഥങ്ങൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ദേവശബ്ദമൊക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ശബ്ദങ്ങളാണ്. ദേവ തന്നെയാണ് ദൈവ, സ്വാർത്ഥത്തിലാണ് വരുമ്പോൾ ദേവ ദൈവ എന്നാവും. ശ്രദ്ധിക്കുക. ദേവനും ദൈവമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ദ്യോതനാദ് ദേവ, പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ദേവൻ. ദീപനാദ്വ, അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് കൊണ്ടുമാകാം ദേവൻ. ദാനാദ്വ, അല്ലെങ്കിൽ ദാനം കൊണ്ടുമാവാം ദേവൻ. സർവമഹിമകളെയും സർവർക്കും ദാനം ചെയ്യുന്നത് കൊണ്ടും ദേവനാവാം. ദിവിഭവോവ, ദ്വിലോകത്തിൽ വസിക്കുന്നത് കൊണ്ടും ദേവനാവാം. ദേവലോകത്തിൽ വസിക്കുന്നവൻ. എവിടെയാ ദേവലോകം? തൃതീയസ്യാം ദിവി, ഭൂമിക്കും അന്തരീക്ഷത്തിനും ഉപരി ദേവലോകമുണ്ട്. അവിടെ ദേവന്മാരുണ്ട് ഒരു പക്ഷം. പിന്നെ അസ്മിൻ ബ്രഹ്മപുരേ ദഹരഃ പുണ്ടരീകഃ, തസ്മിൻ ദഹരഃ ആകാശഃ, തസ്മിൻ യത് തദന്വേഷ്ടവ്യം. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഈ ബ്രഹ്മപുരത്തിൽ, ബ്രഹ്മപുരം എന്നൊരു പുരമുണ്ട്. ഏത് പുര എവിടെയാണെന്നൊക്കെ
ഈ ബ്രഹ്മപുരത്തിൽ അസ്മിൻ ബ്രഹ്മപുരേ ദഹരഹ പുണ്ടരീകഃ, ചെറിയൊരു താമരമൊട്ടുണ്ട്, ചെറിയൊരു താമരമൊട്ട്. തസ്മിൻ ദഹരഹ ആകാശഃ, അതിൽ ചെറിയൊരാകാശമുണ്ട്. തസ്മിൻ യത്, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, തത് അന്വേഷ്ടവ്യം, പോയി അന്വേഷിച്ചോളൂ എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം ഈ ബ്രഹ്മപുരം എവിടെയാണെന്ന് നോക്കണം, അതന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഇപ്പം അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ടാ പോകാമെന്നറിയില്ല. LP സ്കൂളത്തെ കുട്ടികളടക്കം പറയാറുണ്ട്, ഞാൻ ഗൂഗിളിൽ പോയി നോക്കുക. അപ്പോൾ ബ്രഹ്മപുരത്തിലൊന്ന് പോയി നോക്കുക ആദ്യം. എന്നിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത് പോകേണ്ടത്, അതിലൊരു ചെറിയ താമരമൊട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ആകാശമുണ്ട്. അതിലെത്തിയാൽ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കിക്കൊള്ളുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ദ്യോവിൽ നിവസിക്കുന്നവൻ ആരാണ് എന്ന് അപ്പം പിടികിട്ടും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. വളരെ സ്പഷ്ടമായി പറഞ്ഞത്, ഹേ അർജുന, ഈശ്വരൻ സർവചരാചരങ്ങളുടെയും പ്രത്യേകാത്മാവായി ഹൃദയത്തിൽ വസിക്കുന്നു, ഇതറിയൂ എന്ന്. ദേവനെ അറിയണം. ദേവം മത്വാ, ദേവനെ അറിഞ്ഞാൽ, ദേവനെ സാക്ഷാത്കരിച്ചാൽ. ഏത് ദേവനെ പറയുന്നു? ദുർദർശം. ദേവനെ സാക്ഷാത്കരിച്ചാലാണ് ഫലം പറയാൻ പോണത്. അപ്പോൾ സാക്ഷാത്കരിക്കാമെന്ന് വിചാരിച്ച് എളുപ്പമായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുക. അപ്പോഴാ പറഞ്ഞ ദുർദർശം, ദുഃഖേന ദ്രഷ്ടും യോഗ്യം, വളരെ പ്രയാസപ്പെട്ട് കാണാൻ പറ്റുന്നവൻ. ദുർദർശം, ദുഃഖേന ദ്രഷ്ടും യോഗ്യം, വളരെ ദുഃഖിച്ചിട്ട് മാത്രം കാണാൻ കഴിയുന്നവൻ. എന്നാൽ പിന്നെ നമുക്കൊന്ന് കരയാം, കരഞ്ഞ് കാണേണ്ട, അങ്ങനെ കരയല്ല അവിടെ അർത്ഥം. ദുഃഖേന ദ്രഷ്ടും യോഗ്യം എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് കാണപ്പെടേണ്ടവൻ നല്ല അർത്ഥം. അത്രയും ക്ലേശിച്ച് അതിസൂക്ഷ്മമായ, സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാകൊണ്ട് ആ അന്വേഷണ മാർഗത്തെ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നുണ്ട്. കത്തിയുടെ വൈത്തലയ്ക്ക് മുകളിലൂടെ നടക്കുന്നത് പോലെ ക്ലേശകരമാണ്. ദുർദർശം, അനേക പരീക്ഷണങ്ങളെ നേരിട്ട് അതിസൂക്ഷ്മമായ ബുദ്ധിയെ നേടി അങ്ങനെ ദർശിക്കേണ്ടവൻ ദുർദർശം. അതെന്താ ദുർദർശൻ എന്ന് പറയാൻ കാരണം? ഗൂഢം. അവൻ വെളിവായിരിക്കുന്നവനല്ല, ഗൂഢനാണ്, ഗഹനനാണ്. സർവപ്രാണി ഗുഹയ്ക്കുള്ളിലും മറഞ്ഞിരിക്കുന്നവനാണ്, ഗൂഢനാണ്. പിന്നെ എവിടെ ഗൂഢനാ? ഇപ്പോൾ ഗൂഢനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം, എവിടെയാണ് ഗൂഢനായി ഒളിച്ചിരിക്കുന്നത്? ഒളിച്ചിരിക്കുകയാണ്. എവിടെ? അനുപ്രവിഷ്ടം, അനുപ്രവേശിച്ചിരിക്കുന്നവനെ. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അനുപ്രവേശിച്ചിരിക്കുന്നവനെ, സർവചരാചരങ്ങളിലും അന്തര്യാമിയായി അനുപ്രവേശിച്ചിരിക്കുന്നവനെ. ഉപനിഷത്തിൽ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്ത്. ഈ ജീവശരീരത്തെ രൂപപ്പെടുത്തിയിട്ട് അതിലേക്ക് തന്നെ ആത്മഭാവത്തിൽ അനുപ്രവേശിച്ചു എന്ന്. ഈ കാണാകുന്ന സകല ചരാചരങ്ങളിലും അന്തര്യാമിയായി നിവസിക്കുന്നവനെ, അനുപ്രവിഷ്ടം. ഒറ്റ വാക്ക് പഠിച്ചാൽ മതി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സകല സേവനങ്ങളുടെയും താത്വികമായ അർത്ഥം മനസ്സിലാക്കാൻ. ക്ഷേത്രങ്ങൾ വേണം,
ക്ഷേത്രോപാസനാ സമ്പ്രദായങ്ങൾ വേണം. അതിനൊരിക്കലും നിന്ദിക്കരുത്, നിരസിക്കരുത്. ക്ഷേത്രോപാസനാ സമ്പ്രദായത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ആൾ തന്നെയാണ് നമ്മൾ. എങ്കിൽ തന്നെയും ചോദിക്കട്ടെ, സങ്കല്പപൂർവം ഒരു ഉപാധിയിലേക്ക് ദേവചൈതന്യത്തെ ആവാഹിച്ച് തന്ത്രി പ്രതിഷ്ഠിച്ചു. അത് പൂജ്യമായൊരു സ്ഥാനമായി, ക്ഷേത്രമായി. നല്ലതാണ്. വേറൊരു ശരീരത്തെ ഭഗവാൻ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ സ്വയം പ്രതിഷ്ഠിച്ചു. തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യത്. ഏത് പ്രതിഷ്ഠയ്ക്കാ ശക്തി കൂടുതലുണ്ടാവുക? തന്ത്രി പ്രതിഷ്ഠിച്ചതിനാണോ ഈശ്വരൻ പ്രതിഷ്ഠിച്ചതിനാണോ? അറിയില്ല ഏതാണ്ട് അത്. ആ ഈശ്വരൻ സ്വയം പ്രതിഷ്ഠിച്ച ദേവാലയങ്ങളെ ശ്രദ്ധിക്കാതെ, അതിനെ തിരിഞ്ഞു നോക്കാതെ, അതിനെ അപമാനിച്ചും നിരസിച്ചും തള്ളിയും നമ്മൾ തന്ത്രി പ്രതിഷ്ഠിച്ചതിൻ്റെ പിന്നാലെ മാത്രം പോകുന്നവരാകുന്നുവല്ലോ. വല്ലാത്ത കഷ്ടമാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമ്മൾ മിക്കവാറും അങ്ങനെയായി പോകുന്നുണ്ട്. അതെ. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ അർത്ഥാധിക്യം നല്ലപോലെ ചിന്തിക്കുക. അനുപ്രവിഷ്ടം. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിങ്ങനെ കൂടുതൽ സൂക്ഷ്മ മേഖലയിലേക്ക് പോകുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കുള്ളിൽ അനുപ്രവേശിച്ചിരിക്കുന്നവനെ അനുപ്രവിഷ്ടം, ഗുഹാഹിതം. ഗുഹയ്ക്കുള്ളിലിരിക്കുന്നവൻ. ഏതാ ഗുഹ? ഇത് വളരെ തെറ്റിദ്ധാരണയ്ക്കിടയുള്ള വാക്കാ ഗുഹാഹിതം എന്നുള്ള വാക്ക്. ഇത് കേട്ടിട്ട് പല ഗുഹയിലും പോയി നോക്കാൻ തോന്നും. എവിടെയാ ഭഗവാൻ? എവിടെ? ഗുഹയിലാണ്. എന്നാൽ ഞാൻ പോട്ടോട്ട് പോയി. എങ്ങോട്ടാ പോണത്? എവിടെയാ കൂടുതൽ ഗുഹകൾ വെച്ചാൽ അവിടത്തേക്കാണ് ഞാൻ പോണത്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഹിമാലയത്തിലേക്ക് പോയിക്കോ. അവിടെ ഒരുപാട് ഗുഹ ഉണ്ട്. ഓരോ ഗുഹയിലും ഒളിഞ്ഞു നോക്കുക, ഇവിടെ ഉണ്ടോ ആത്മാവിരിക്കണു, ഇവിടെ ഉണ്ടോ? അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാളെ കണ്ടത്. നീ എന്താണ് നോക്കണത്? ഞാൻ ആത്മാവിനെ നോക്കി വന്നതാണ്. ശരി, ഞാനും നോക്കിയിട്ട് അവിടെ എത്തിയത്. എന്നിട്ട് എന്ത് മനസ്സിലായി? ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി വേറൊരു ഗുഹയിലും പോയി നോക്കണ്ട, അപ്പുറത്തൊന്നുണ്ട്, അവിടെ നീയും പോയിരുന്നോ. എന്താ സ്ഥിതി? തമാശയല്ല. അപ്പം പറയണത് കുറേ ഗുഹയിലൊക്കെ പോയി നോക്കേണ്ടി വരും, വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അനേക ഗുഹകളിൽ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കൊണ്ട് നടക്കുന്ന ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് നമ്മൾ പോയി നോക്കേണ്ടതെന്ന്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ പലയിടത്തും ചിലപ്പോൾ പോകേണ്ടി വരും. അതില്ല എന്ന് പറയണില്ല. അപ്പോഴേ ശരിക്കും പാകപ്പെടൂ, അല്ലെങ്കിൽ പാകപ്പെടില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഗുഹാഹിതം, ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നവനെ. ഗുഹയ്ക്കുള്ളിൽ അങ്ങനെ പോയി നോക്കിയാൽ പോരെ? ഗഹ്വരേഷ്ഠം, അതികഠിനമായ വിഷമകരമായ സങ്കടമായ സ്ഥാനത്തിലിരിക്കുന്നവൻ. എളുപ്പമൊന്നുമല്ല ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോവുക. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമല്ല. അകത്തേക്ക് പോകുന്തോറും വീതി കുറഞ്ഞു വരും. പല പ്രശ്നങ്ങളുമാണ് ഗുഹയുടെ ഉള്ളിൽ. അനേക പരീക്ഷണങ്ങളുണ്ടാവും. ഗഹ്വരമായ സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ കരുത്തും മാർഗദർശിയും ഒക്കെ വേണം. അല്ലാതെ പോവരുത്, അപകട. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാമുള്ള പുരാണനെ, പുരാ അപ്പി നവം, പണ്ടും പുതിയത്, ഇന്നും പുതിയത്, എന്നും പുതിയത്, ഒരിക്കലും പഴകാത്തത്, കാലത്താൽ ബാധിക്കപ്പെടാത്തത്. പുരാണം കാലത്താൽ ബാധിക്കപ്പെടാത്തത്. അതാ പുരാണം. ഈ പുരാണത്തിൻ്റെ സ്വഭാവം അതാ, കാലത്താൽ ബാധിക്കപ്പെടുന്നില്ല. എത്ര കാലമായി പുരാണങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ട്? ഇന്നും പുതിയത് തന്നെയാണ്, എന്നും പുതിയത് തന്നെയാണ്, ഒരിക്കലും പഴകില്ല. പഠിക്കും തോറും പുതിയ 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 അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. വേറെ എത്ര പ്രസിദ്ധങ്ങളായ കഥകളോ മറ്റ്
നോവലുകളോ എന്തോ ആയിക്കോട്ടെ, ഏത് ഭാഷയിലുള്ളതായിക്കോട്ടെ, അതൊക്കെ 1000 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിൻ്റെ പിന്നെയൊന്നും ഉണ്ടാവില്ല. പുരാണം അതല്ല, പഠിക്കുന്തോറും പുതിയ 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 അർത്ഥതലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതാ പുരാണം എന്ന് പറഞ്ഞ്. ഇതും അങ്ങനെയാണ്. പരമാത്മാ ഒരിക്കലും പഴകുന്നില്ല. പുരാപി നവമിതി പുരാണം. ഇങ്ങനെയെല്ലാമുള്ള ദേവനെ മത്വാ, അറിഞ്ഞാൽ, സാക്ഷാത്കരിച്ചാൽ ആർക്കേ സാധിക്കൂ? ധീരഹ, ധീരനെ സാധിക്കൂ. ധീരന് മാത്രമേ ഇങ്ങനെയെല്ലാമുള്ള സ്വരൂപത്തെ അറിയാൻ കഴിയൂ. ധീരഹ, ബുദ്ധിമാൻ, മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നവൻ, അങ്ങേയറ്റത്തെ ധീരതയോടൊത്തവൻ. ശ്രദ്ധിക്കുക, അവനെ ഈ അന്വേഷണം ചെയ്തു പോകാൻ കഴിയൂ. എന്താ ഫലം? ഹർഷശോകൗ ജഹാതി, ഹർഷശോകങ്ങളെ അതിക്രമിക്കുന്നു, ഉപേക്ഷിക്കുന്നു, ലംഘിക്കുന്നു. ചിന്തിക്കുക. നേരത്തെ ഈശാവാസ്യ ഉപനിഷത്ത് ചിന്തിച്ചപ്പോൾ തത്ര കോ മോഹ ക ശോക ഏകത്വം അനുപശ്യത എന്ന് പറഞ്ഞു. അവിടെ എന്ത് ശോകം, എന്ത് മോഹം, അത് തന്നെയായത്. ഹർഷ ശോകൗ ജഹാതി. ഹർഷവും ശോകവും സർവദ്വന്ദ്വങ്ങളും, സുഖം ദുഃഖം, മാനം അപമാനം, ശീതമുഷ്ണം, പൂജ പരിഭവം, സ്തുതി നിന്ദ എന്ന് വേണ്ട ദ്വന്ദ്വങ്ങളാൽ അർത്ഥമാക്കപ്പെടുന്ന സംസാരത്തെ പൂർണ്ണമായി അതിക്രമിക്കുന്നു. അവൻ മുക്തനായി തീരുന്നു. അപ്പം എന്താ ഫലം? ദേവനെ അറിഞ്ഞാൽ മുക്തിയാണ് ഫലം. സർവ സംസാര ക്ലേശങ്ങളിൽ നിന്നുമുള്ള മുക്തി. അങ്ങനെയാണെങ്കിൽ തരക്കേടില്ലല്ലോ. ഇതിനെന്താ ഇപ്പോൾ വഴി? സ്ഥലം പറഞ്ഞു, എവിടെ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു, ആരെയാണ് അന്വേഷിക്കേണ്ടതെന്നും പറഞ്ഞു, അവൻ്റെ ലക്ഷണങ്ങളും പറഞ്ഞു, അതിൻ്റെ ഫലവും പറഞ്ഞു. പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. എങ്ങനെയാ ഇവനെ കാണുക? ഒരൊറ്റ പദം കൊണ്ട് അതിന് മറുപടി പറയുന്നു. അധ്യാത്മയോഗാധിഗമേന. അധ്യാത്മയോഗാധിഗമം കൊണ്ട്. അധ്യാത്മയോഗാധിഗമം, ആത്മവിഷയകമായത് അധ്യാത്മം. ആത്മവിഷയകമായത്, ആത്മാവിനെ സംബന്ധിക്കുന്നത്, സത്യത്തെ സംബന്ധിക്കുന്നത് അധ്യാത്മം. അധ്യാത്മവുമായിട്ടുള്ള യോഗം, ചേർച്ച, നിത്യമായതുമായുള്ള ചേർച്ച, അതിനെ പ്രാപിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ വസ്തുക്കളെ, അനിത്യ വസ്തുക്കളെക്കുറിച്ച് വിചാരം ചെയ്ത് ഈ അനിത്യ വസ്തുക്കളുടെ വിഭ്രാമകമായിരിക്കുന്ന ആകർഷണത്തിനുപരിയെത്തി ഗുരു ശാസ്ത്ര വിചാര സമ്പ്രദായമനുസരിച്ച് മുന്നേറി യാതൊരാൾ അധ്യാത്മയോഗത്തെ നേടുന്നുവോ, നിത്യവുമായുള്ള ചേർച്ച, യോഗം, ചേർച്ച. യോഗശബ്ദം വളരെയധികം വ്യാഖ്യാനിക്കാൻ ഇനി വരുന്നുണ്ട്. അപ്പം നമുക്ക് വിശദമായി ചിന്തിക്കാം. ഇവിടെ അധ്യാത്മയോഗം എന്നുള്ളതിന് ഈ ഒരർത്ഥം ചിന്തിക്കുക. ആത്മവിഷയകമായുള്ള ചേർച്ച, അതാണ് പരമമായ യോഗം, സത്യസാക്ഷാത്കാരം. അതിനുതകുന്ന ദൃഷ്ടി, ആ ദൃഷ്ടിയാകട്ടെ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ നേടുന്നത്. അതെ, എങ്ങനെയാ ഈ അധ്യാത്മയോഗം എന്നുള്ളത്? ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് ലളിതമായി എന്നാൽ വ്യക്തമായി യാജ്ഞവൽക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. 2 ഭാര്യമാരായിരുന്നു. അതിൽ മൈത്രേയിയെ വിളിച്ചു അരികെ. എന്നിട്ട് പറഞ്ഞു യാജ്ഞവൽക്യൻ, അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ സന്യസിച്ച് പോവാട്ടോ. ഞാൻ സന്യസിച്ച് പോകാൻ പോവാണ്. ഒരുപാട് സ്വത്തുണ്ട്. എത്ര സ്വത്തായി യാജ്ഞവൽക്യൻ ഉള്ളതെന്ന് കണക്കില്ല.
എത്രയോ സ്വത്തുണ്ടാകും, വലിയ സ്വത്താണ്. അപ്പോൾ അതൊക്കെ വീതം വെച്ച് നിങ്ങൾക്ക് 2 പേർക്കും കൂടി തന്നിട്ട് പോവാനാണ് ഞാൻ വിചാരിക്കണത്. മൈത്രേയി പറഞ്ഞു, ഇതൊക്കെ വിട്ടിട്ട് അങ്ങ് പോണെങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്തോന്ന് ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. അതെ, എനിക്കത് മതി, സ്വത്തൊക്കെ കാത്യായനി എടുത്തോട്ടെ, 2 ആൾക്കും സന്തോഷം ഇല്ലേ? കാത്യായനിക്ക് സന്തോഷമാവും, സ്വത്ത് മുഴുവൻ കിട്ടും. മൈത്രേയിക്ക് അറിയേണ്ടത് അറിഞ്ഞാൽ മതി. അപ്പോഴാ യാജ്ഞവൽക്യൻ പറയുന്നത്, നിന്നോട് എനിക്ക് സ്വതവേ വലിയ ഇഷ്ടമാണ്, ഇപ്പം അതൊന്നും കൂടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇരിക്കാം അവിടെ. എന്നിട്ട് ആത്മതത്വോപദേശം ചെയ്യുന്ന സുന്ദരമായ, എല്ലാ അർത്ഥത്തിലും മനോഹരമായൊരു ഭാഗമുണ്ട് ബൃഹദാരണ്യക ഉപനിഷത്തിൽ. അവിടെ പലവിധ യുക്തി വിചാരങ്ങളെ ചെയ്ത് ആനന്ദസ്വരൂപമാണ് ആത്മാ എന്ന് സമർത്ഥിച്ച ശേഷം, പരമമായ ആനന്ദസ്വരൂപ സാക്ഷാത്കാരം അതാണ് നമുക്ക് നേടാനുള്ളതെന്ന് ബോധിപ്പിച്ച ശേഷം മാർഗം പറയുന്നുണ്ട്. ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആദ്യം തന്നെ കേൾക്കപ്പെടേണ്ടതാണ്. ചോദ്യം ആരിൽ നിന്ന്, എപ്പോ, എന്ത്, എന്തിന്, ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ചോദിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ സമയം നീണ്ടുപോകും. ഓരോരുത്തരും ചോദിച്ചൊക്കെ പോകുമ്പോൾ എന്നിട്ട് ഉത്തരം നേടുക. കേട്ടതിനെ യുക്തിപൂർവം മനനം ചെയ്യൂ. യുക്തിയെ ഒരിക്കലും പണയം വയ്ക്കരുതേ. വേദാന്ത വിചാരത്തിൽ യുക്തിക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇവിടെ ഗുരു പറഞ്ഞത് വിശ്വസിക്കാൻ പറയുന്നില്ല, യുക്തിപൂർവം വിചാരം ചെയ്യാൻ പറയുന്നു. അതിന് വിവിധ യുക്തികളെ സമാശ്രയിക്കാൻ ഉപദേശിച്ചു തരുന്നു. അങ്ങനെ യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ സംശയങ്ങൾ പെരുകി 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 വരും. എന്നാൽ ശ്രവണ മനനങ്ങളുടേതായ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ചുരുങ്ങി 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 വരും. ഒരു ഘട്ടത്തിൽ പെരുകി വരും, പിന്നെ ചുരുങ്ങി വരും. അങ്ങനെ സംശയ വിപര്യങ്ങളെല്ലാം നീങ്ങി അന്ധക്കരണം ഗുരുപദിഷ്ടമായ തത്വത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് നിധിധ്യാസം. ആ നിധിധ്യാസത്തിൻ്റെതായ സംസ്കാരം സ്വാഭാവികമായി തന്നെ ശാസ്ത്രവാക്യം, ഗുരുവാക്യം, സ്വപ്രത്യയം എന്നീ ഭേദങ്ങളെ ഇല്ലാതാക്കും. കഴിഞ്ഞു അവിടെ. ശ്രദ്ധിക്കുക, ഇതാണ് അധ്യാത്മ യോഗാധിഗമം. ഇങ്ങനെ അധ്യാത്മയോഗത്തെ പ്രാപിക്കുന്നതിലൂടെ ദേവനെ സാക്ഷാത്കരിച്ചാൽ ഹർഷശോകവും ജഹാതി, ഹർഷശോകങ്ങളെ ജഹാതി, ഉപേക്ഷിക്കുന്നു, അതിക്രമിക്കുന്നു, ഇല്ലാതാക്കുന്നു. ഇതിൽ പരം എന്താ അറിയേണ്ടത്? ഇനിയൊന്നും അറിയാനില്ല. ഉപനിഷത്തുക്കളുടെ സാരം വളരെ സംക്ഷിപ്തമായി ഉപദേശിച്ചു. ഇതിൻ്റെ വിസ്തരണമാണ് ഇനി വരാനിരിക്കുന്നതൊക്കെ. ഇതുവരെ ചിന്തിച്ചതും ഇതിൻ്റെ വിസ്തരണം തന്നെയായിരുന്നു. ഈ മന്ത്രത്തിൻ്റെ മന്ത്രം നല്ലപോലെ ശ്രദ്ധിക്കുക. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി. ഈ പരമമായ ഉപദേശം പറഞ്ഞ ശേഷം ഗുരുനാഥൻ പറയുകയാണ്, ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യ പ്രവൃഹ്യ ധർമ്മ്യമണുമേതമാപ്യ സമോദത്തെ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സദ്മ നചികേതസം മന്യേ. ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യ പ്രവൃഹ്യ ധർമ്മ്യമണുമേതമാപ്യ സമോദത്തെ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സദ്മ നചികേതസം മന്യേ.
ഏതശ്രുത്വ, ഇതിനെ കേട്ടിട്ട്, ഇത് കേട്ടിട്ട്, ഇപ്പം പറഞ്ഞുണ്ടല്ലോ, ഇത് കേട്ടിട്ട്. ഏത് കേട്ടിട്ട്? അധ്യാത്മയോഗാധിഗമേന ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം ദേവം മത്വാ ധീരഃ ഹർഷശോകൗ ജഹാതി എന്നുള്ളതിനെ കേട്ടിട്ട്. ഇത് കേട്ടാൽ മതി. കേൾക്കേണ്ടത് കേട്ടു എന്ന് ചോദിച്ചാൽ കേൾക്കേണ്ടത് കേട്ടു, ഇതേ കേൾക്കാനുള്ളൂ. അപ്പോൾ ഇനി പറയണതൊക്കെയോ, ഇനി പറയണതൊന്നും കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതോ, അതും കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം. ഇത് കേൾക്കണം, ഇത് നഷ്ടപ്പെടരുത്. ഇപ്പം പറഞ്ഞത് ആരെങ്കിലും കേട്ടില്ലാച്ചോ ഒന്നും കൂടി പറയാം. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി എന്നുള്ളതിനെ കേട്ടിട്ട്. ഏതശ്രുത്വാ, ഇത് കേൾക്കണം. ഈ കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. നീ കേട്ടുവെന്ന് ചോദിച്ചാൽ, ഓ ഞാൻ കേട്ടു. എന്താ കേട്ടത്? കേട്ടുന്നേ. എന്താ അയ്യൊക്കെ ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? കുറേ ഒന്നുമില്ല, ഒറ്റയൊന്നേ കേട്ടിട്ടുള്ളൂ. അതാ പറഞ്ഞ ഏത്തത്ത്, ഏകവചനത്തിലാ ഇതിനെ, ഇതാ കേൾക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. പലത് പറഞ്ഞിട്ടുണ്ട്. ആ പലതിൽ നിന്ന് ഇതിനെ കേട്ടോളണം. അത് ശ്രദ്ധിക്കുക. ഏതശ്രുത്വ, ഇതിനെ കേട്ടിട്ട് സംപരിഗൃഹ്യ, നല്ലതുപോലെ സ്വീകരിച്ചിട്ട്, നല്ലതുപോലെ സ്വീകരിച്ചിട്ട്, നല്ലപോലെ പരിഗ്രഹിച്ചിട്ട്, പരിഗൃഹ്യ ഗ്രഹിച്ചിട്ട്, സ്വീകരിച്ചിട്ട്. എന്താണ് ശാസ്ത്ര താത്പര്യം എന്നുള്ളതിനെ നല്ലതുപോലെ ഗ്രഹിച്ചിട്ട്. ഇനി എന്ത് വേണം? ഏതം അണും ധർമ്മ്യം പ്രവൃഹ്യ, ഈ അത്യന്തം സൂക്ഷ്മമായ ആചരിക്കത്തക്ക അല്ലെങ്കിൽ അനുഷ്ഠിക്കത്തക്ക അറിയത്തക്ക ഈ സൂക്ഷ്മമായതിനെ പ്രവൃഹ്യ വേർതിരിച്ചെടുത്തിട്ട്. ഇത് വേർതിരിക്കാൻ പഠിക്കണം. നോക്കൂ, ആത്മജ്ഞാനമില്ലാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഞാൻ എന്നുള്ള ബോധമില്ലാത്ത ആരാ ലോകത്തിലുള്ളേ? ആരുമില്ല. എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്. ഏത് ഭ്രാന്തനുമുണ്ട്, ഏത് വിദ്വാനുമുണ്ട്, ഏത് ധനികനുമുണ്ട്, ഏത് ദരിദ്രനുമുണ്ട്. എല്ലാവർക്കും ഞാനെന്നുള്ള ബോധമുണ്ട്. അഹം പ്രത്യയമില്ലാത്ത ആരുമില്ല ലോകത്തിൽ. എന്നാൽ അഹം പ്രത്യയ അർത്ഥത്തെ വേർതിരിച്ചറിയുന്നവർ ചുരുങ്ങും. അതാ പറഞ്ഞ പ്രവൃഹ്യ, വേർതിരിച്ചെടുത്തിട്ട്. മുഞ്ചാദിഷീകായിവ, വിദ്യാരണ്യസ്വാമികൾ പറയുന്ന ദൃഷ്ടാന്തമാണ്. നീണ്ട ഇലകളോട് കൂടിയിട്ടുള്ള ഒരു വിശേഷപ്പെട്ട പുല്ലുണ്ട്. ഏകദേശം നമ്മുടെ ദർഭ പോലെ ഇരിക്കും. അതിൻ്റെ മധ്യത്തിലുള്ള അതിലോലമായ ഒരു ഇലയെ പൊട്ടാതെ വലിച്ചെടുക്കുന്നു. അതുപോലെ ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളിൽ നിന്ന്, എൻ്റെകളിൽ നിന്ന് ഞാൻ എന്നുള്ളതിനെ വേർതിരിച്ചെടുക്കണം. ഉപായം വേണം. ഉപായജ്ഞന്മാർക്കേ സാധിക്കൂ. പ്രവൃഹ്യ, വേർതിരിച്ചെടുത്തിട്ട്. ഏതം അണും, ഈ സൂക്ഷ്മതമമായ തത്വത്തെ അറിഞ്ഞിട്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഏതശ്രുത്വ, ഇത് നല്ലപോലെ കേൾക്കണം. ഇപ്പറഞ്ഞ ഉപദേശം സംപരിഗൃഹ്യ, നല്ലതുപോലെ ഗ്രഹിക്കണം. എന്നിട്ട് ഏതം അണും, അതിസൂക്ഷ്മതമമായ ഈ ധർമ്മ്യത്തെ ആപ്യ, നേടിയിട്ട്. ഇതിനെ പുറമേന്ന് നേടാനൊന്നുമില്ല.
ആ, പുറമെ എവിടെയും പോയി നേടേണ്ടതില്ല. ഇതിനെ നേടി എന്താ? സമോദതേ, അവൻ ആനന്ദിക്കുന്നു. അവനാണ് ആനന്ദം. എല്ലാവരും ഇപ്പോൾ സുഖമല്ലേ തേടി പോണത്? പരിപൂർണ സുഖമായി എന്നാരാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളേ? ഇത്രയും കാലം സുഖം തേടി അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ പിന്നാലെ ഒക്കെ പോയിട്ട് എനിക്ക് സുഖം പൂർണ്ണമായിരിക്കുന്നു പറച്ചില് പലരും പറയാറുണ്ട്. ഇപ്പോൾ അതും കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ കത്തെഴുത്തൊക്കെ കുറഞ്ഞു. ആരാപ്പോൾ കത്തെഴുതുന്നേ ഇവിടെ? കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ പണിയൊന്നുമില്ലല്ലോ, എന്ത് പണിയാണുള്ളതെന്ന് ചോദിച്ചു. നമ്മൾ കത്തൊക്കെ അയക്കൽ ചുരുക്കാണല്ലോ ജനങ്ങൾ. ആ സ്വാമിക്ക് പറഞ്ഞാൽ മതി, ഇപ്പോഴാണ് ഞങ്ങൾക്ക് പണി കൂടിയത്. മാസികകൾ, പിന്നെ ഈ ഫോണിൻ്റെ ബില്ലുകൾ, ഇൻഷുറൻസിൻ്റെത്, ബാങ്കിൻ്റെത്, അത് ഇത് പൊല്ലാപ്പാണ്. ഇതൊന്നും പോരെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് പോസ്റ്റൽ കാര്യം നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ ബാങ്ക് കാര്യവും നോക്കണം കാര്യമായിട്ട്. പിന്നെ ആകെ ഒരു സമാധാനമേ ഉള്ളൂ, എന്ത്? ഇവിടെ സുഖം തന്നെ അവിടെയും സുഖമെന്ന് കരുതുന്നു എന്നുള്ളതില്ലാന്ന് മാത്രം. ഇത് മാത്രമേ ഉള്ളൂ. അതാണ് പോസ്റ്റ് മാസ്റ്റർ ഞങ്ങൾ പറഞ്ഞു തന്നത്. ഈ ഇവിടെ സുഖം തന്നെ അവിടെയും സുഖമെന്ന് കരുതുന്നു, അത് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് വന്ന മാറ്റാണതേ. അത് സ്വാമി ഈ ഫോണും മൊബൈൽ ഫോണും ഇമെയിലും അതും ഇതൊക്കെ കൂടിയപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ശരിയാ, എന്നാലും ആ വക അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ തട്ടിപ്പായിട്ടാണെങ്കിലും നമ്മൾ പറയാറുണ്ടായിരുന്നു, എന്ത്? ഇവിടെ സുഖം തന്നെ. എന്ത് സുഖം? എന്ത് സുഖമുള്ളത്? അനിത്യം അസുഖം ലോകം. പിന്നെ പറയും സുഖം തന്നെ, അത്രയോ. എന്നാൽ ഇതല്ല, സമോദത്തെ, അവൻ ആനന്ദിക്കുന്നു. അതെങ്ങനെ? എല്ലാവരും സുഖത്തിനായി നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുകയാണ്. ആരും സുഖം പൂർണ്ണമായി എന്നോട്ട് പറയണമില്ല. പിന്നെ അവനെങ്ങനെയാണ് ആനന്ദിക്കണത്? മോദനീയം ഹി ലബ്ധ്വാ, ആനന്ദിപ്പിക്കുന്നതിനെ നേടിയിട്ട്. ആചാര്യൻ പറയുന്നുണ്ട്, ആത്മലാഭാത് പരോലാഭോ നാസ്തി. ആത്മലാഭത്തേക്കാൾ വലിയൊരു ലാഭം വേറെയില്ല. മോദനീയം ഹി ലബ്ധ്വാ, ആനന്ദിപ്പിക്കുന്നതിനെ നേടിയിട്ട്. മോദത്തെ, അവൻ ആനന്ദിക്കുന്നു. കഴിഞ്ഞില്ലേ? മനുഷ്യൻ്റെ അന്വേഷണം കഴിഞ്ഞില്ലേ? എന്തിനാ ഇപ്പം എല്ലാവരും അന്വേഷിക്കണേ? എന്തിനാ എല്ലാവരും നെട്ടോട്ടോടണേ? സുഖത്തിനല്ലേ? ദാ കിട്ടിക്കഴിഞ്ഞു. മോദത്തെ, അവൻ ആനന്ദിക്കുന്നു. മോദനീയം ഹി ലബ്ധ്വാ, കഴിഞ്ഞു. ഈ രണ്ട് മന്ത്രങ്ങൾ, മന്ത്രം പൂർണ്ണമായിട്ടില്ല, 3 പാദം പറഞ്ഞേ ഉള്ളൂ, അത്ര മതി. ഇത്രയും ചേർത്ത് പറയാം. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകൗ ജഹാതി ഏതശ്രുത്വാ സംപരിഗൃഹ്യമർത്യ പ്രവൃഹ്യ ധർമ്മ്യമണുമേതമാപ്യ സമോദത്തെ മോദനീയം ഹി ലബ്ധ്വാ. ഇതാണ് ഫലം. ഇവിടെ ശ്രദ്ധിക്കുക, മർത്യഃ എന്നാ പറഞ്ഞത്. ബ്രാഹ്മണഃ, ക്ഷത്രിയഃ, വൈശ്യഃ, ശൂദ്രഃ, ചണ്ഡാളഃ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പുമാൻ, സ്ത്രീ, നപുംസകം ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അധികാരമുണ്ട്. എല്ലാവർക്കും. മർത്യഃ, മരണധർമ്മത്തോടു കൂടിയവർക്കൊക്കെ മരണത്തെ അതിക്രമിക്കാനുള്ള മാർഗമാണിത്. മരണധർമ്മത്തോടു കൂടിയ സകല മനുഷ്യർക്കും മർത്യർക്കും അധികാരമുണ്ട് ഇതിൽ, മരണധർമ്മത്തെ അതിക്രമിക്കാൻ. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, നചികേതസം വിവൃതം സദ്മമന്യേ അഹം. നചികേതസിനെ ഉണ്ടല്ലോ ഞാൻ സദ്മം വിവൃതമാക്കി വയ്ക്കപ്പെട്ടവനായി മനസ്സിലാക്കുന്നു. സദ്മം വീട്, ആലയം, പ്രാപ്യസ്ഥാനം.
വിവൃതം തുറന്നു വയ്ക്കപ്പെട്ടത്, നിൻ്റെ വഴി തുറന്നു വയ്ക്കപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിൻ്റെ വഴി ഇങ്ങനെയുള്ള പരമമായ ആനന്ദത്തിലേക്കുള്ള വഴി നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ഒട്ടും വിഷമിക്കണ്ട, നീ പരമമായ ആനന്ദ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ അധികാരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതും പ്രശംസയാണോ? ചിന്തിച്ചു നോക്കുക. ഏതായാലും വലിയ ഒരു തത്വം അറിയേണ്ടതിൻ്റെ മുഴുവൻ സംഗ്രഹം യമൻ പറഞ്ഞു. എന്നാലും താൻ ചോദിച്ചതിന് സ്പഷ്ടമായി പറഞ്ഞോ? ഇപ്പോഴും ഒരു പരീക്ഷണ സ്വഭാവത്തിൽ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശംസയൊക്കെ ആർക്ക് കേൾക്കണം? ഞാൻ പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ പറ്റില്ല. കുറേ നേരമായി ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയണത്? കുറച്ച് പരീക്ഷണങ്ങൾ, കുറച്ച് പ്രലോഭനങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില സൂചനകളൊക്കെ പറഞ്ഞാലും നേരെ ചൊവ്വേ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, എങ്കിലും പറഞ്ഞിട്ട് ഇല്ല എന്നും പറയാം. അതുകൊണ്ട് നചികേതസ് വിചാരിച്ചു, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോന്ന് അതും ഇതൊന്നും നീട്ടി പറയാൻ ഞാൻ സമ്മതിക്കില്ല. പറയാനുള്ളത് അങ്ങോട്ട് പറയട്ടെ. അതിനായിക്കൊണ്ട് ചോദിക്കുകയാണ്, ശ്രദ്ധിക്കുക. അന്യത്ര ധർമാദ് അന്യത്ര ധർമാദ് അന്യത്രസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. അന്യത്ര ധർമാദ് അന്യത്ര ധർമാദ് അന്യത്രസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. സൂക്ഷ്മമായ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ധർമാത് അന്യത്ര, ധർമ്മത്തിൽ നിന്ന് അന്യമായിടത്ത്, അന്യമായതിൽ, ത്രല് സപ്തമി അർത്ഥത്തിലാണ്, അതിൽ എന്നർത്ഥത്തിൽ. അപ്പോൾ അന്യത്ര എന്ന് പറഞ്ഞാൽ അന്യമായതിൽ. എന്തിൽ നിന്ന് അന്യമായതിൽ? ധർമാത് അന്യത്ര, ധർമ്മത്തിൽ നിന്ന് അന്യമായതിൽ. എന്നാ പിന്നെ അധർമാവോ? ഏയ്, അധർമാത് അന്യത്ര, അധർമ്മത്തിൽ നിന്നും അന്യമായതിൽ. കൃതാത് അകൃതാത് ച, കൃതാകൃതാത്, കൃതാത് അന്യത്ര, ചെയ്തതിൽ നിന്നും അന്യമായതിൽ. അകൃതാത്, ചെയ്യാത്തതിൽ നിന്നും അന്യമായതിൽ. ഭൂതാച്ച, ഭൂതത്തിൽ നിന്ന്, കഴിഞ്ഞു പോയതിൽ നിന്ന് അന്യമായതിൽ. ഭവ്യാച്ച, ഇനി വരാൻ പോകുന്നതിൽ നിന്നും അന്യമായതിൽ. ശ്രദ്ധിക്കുക. ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും, ചെയ്തതിൽ നിന്നും ചെയ്യാത്തതിൽ നിന്നും, ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും എല്ലാം അന്യമായതുണ്ടല്ലോ. അത് യാതൊന്നാണ്? തത്, അതിനെ പശ്യസി, നീ കാണുന്നു, നീ അറിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിനക്കറിയാം, നിനക്കതറിയാം, നിനക്കതറിയാമെന്ന് എനിക്കറിയാം. അതാണ് ശരിക്കും. നേരത്തെ പറഞ്ഞു, മാ ഉപരോത്സീഹി, എന്നെ നീ ഉപരോധിക്കരുതേ എന്ന് പറഞ്ഞു. ഉപരോധിക്കുന്ന വാക്കാണിത് നചികേതസിൻ്റെ. നിനക്കതറിയാമെന്ന് എനിക്കറിയാം. ത്വം പശ്യസി തദ്വദ, അതിനെങ്ങോട്ട് പറ. വേറെ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിട്ട് അതിങ്ങനെ ഇങ്ങനെ നീ വലിയ വിവൃതം സദ്മ നചികേതസം മന്യേ പ്രഷ്ടാ ത്വാദൃഗ് ഭൂയാദിനഹ,
നിന്നെപ്പോലെ ഇനി എനിക്ക് ചോദിക്കുന്നവനുണ്ടാവണം, നിനക്ക് മോക്ഷമാർഗം തുറന്നു വെച്ചിരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞത് അവിടെ നിർത്തുക. ഇതൊക്കെ അവിടെ നിർത്തുക. എന്നിട്ട് എന്താ വേണ്ടത്? തദ്വത, അതിനങ്ങോട്ട് പറഞ്ഞ വധാന്ന് തന്നെയാണ്, അതിനങ്ങോട്ട് പറഞ്ഞു തരൂ. ഒരു സാധകൻ്റെ ജിജ്ഞാസയുടെ ഭാവം എപ്പോഴും പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ പരീക്ഷിച്ച് അങ്ങനെ ഗുരുനാഥൻ നീട്ടി കൊണ്ടുപോകുമ്പോൾ ദൃഢമായ ആ ജിജ്ഞാസയുടെ ഭാവം ചിലപ്പോൾ ശക്തമായി പുറത്തു വന്നൊന്നും വരും ശിഷ്യനിൽ നിന്ന്. മതി, ഇനി വേഗം അതുകൊണ്ട് പറഞ്ഞു തരൂ എന്നുള്ളൊരു തിടുക്കം അങ്ങനെ ഉണ്ടല്ലോ. ആ തിടുക്കത്തിലെത്തി കഴിഞ്ഞു ഇവിടെ നചികേതസ്. അതാ ഇനി ഒന്ന് നീട്ടി പറയുകയൊന്നും വേണ്ട, അതിങ്ങ് തദ്വത, അതിങ്ങ് പറഞ്ഞു തരൂ. വധാന്ന് തന്നെ അതിന് പറയൂ, നീ പറയൂ. വേണമെങ്കിൽ വളരെ ആദരസൂചകമായിട്ടൊക്കെ ഉള്ള പദങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ഈ തദ്വത എന്ന് പറയുന്നത് അത്ര വലിയ ആദരവൊന്നും, ശരി പറയാം, അത് വ്യാകരണപരമായിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ആദരവൊക്കെ അതിലുണ്ടെന്ന് പറയാം. അധീഷ്ടവും സംപ്രശ്നവും പ്രാർത്ഥനയും വിധിയും നിമന്ത്രണവും ആമന്ത്രണവും ആശിഷും എല്ലാം അടങ്ങുന്ന പ്രയോഗമാണ് വധ എന്നുള്ളത്. എങ്കിലും അത്ര ബഹുമാനപൂർവ്വമൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ വിദ്വാൻമാർ ലോട്ടിനേക്കാൾ ലിംഗാണ് പ്രയോഗിക്കുക. വ്യാകരണം ശ്രദ്ധിക്കുന്നവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർ ലോട്ടും കേൾക്കണ്ട, ലിംഗം കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അത് ശ്രദ്ധിക്കുക. ഇത് ലോട്ടാ. അതുകൊണ്ട് അനേകാർത്ഥത്തിൽ അർത്ഥം പറയാം. അത് പറഞ്ഞു തന്നാലും പറഞ്ഞു തരണേ, മര്യാദയ്ക്ക് പറഞ്ഞോളൂ കേട്ടോ, എനിക്ക് പറഞ്ഞു തരില്ലേ, എന്തായാലും ഒന്ന് പറയണേ, ഇങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളും പറയാം വധ എന്നുള്ളതിന്. ലോട്ടിന് അങ്ങനെ അർത്ഥാധിക്യമുണ്ട്, ശ്രദ്ധിക്കുക. വിധി, നിമന്ത്രണം, ആമന്ത്രണം, സംപ്രശ്നം, അധീഷ്ടം, പ്രാർത്ഥന, ആശിഷ് എല്ലാത്തിനും പറയാം. അതാ. അപ്പോൾ പറഞ്ഞു തരൂ. ഇനി വേറെ വല്ലതും യമന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം പ്രാർത്ഥിച്ചതെന്താ? ധർമ്മത്തിൽ നിന്ന് അന്യമായത്, അധർമ്മത്തിൽ നിന്ന് അന്യമായത്. ഇതെവിടുന്നോ അർജുനൻ പഠിച്ചിട്ടുണ്ടോന്നാവോ? കാരണം അർജുനൻ സമാനമായൊരു വാക്യം പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, സമാനമായത്. അതായത് എന്താ ഇപ്പം ശ്രേയസിൻ്റെ മാർഗം എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ശിഷ്യനായ അങ്ങയിൽ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്ന എനിക്കങ്ങ് തത്വോപദേശം ചെയ്താലും എന്ന് പ്രാർത്ഥിക്കും അർജുനൻ. അത് കഴിഞ്ഞിട്ട് ഒരധിക പ്രസംഗമാണോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു വാക്യത്തെ അർജുനൻ പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. ഈ ഭൂമിയുടെ മുഴുവൻ ആധിപത്യവും ഇനി ദേവേന്ദ്ര പദവി പോലും ലഭിച്ചാലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടു പൊള്ളിക്കുന്ന ഈ ശോകം ഇല്ലാതാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരധിക പ്രസംഗം അല്ലേന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ഈ ശിഷ്യൻ്റെ ഭാവമാണ്. ധർമ്മോപദേശമൊന്നും എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ കേൾക്കേണ്ടത് ധർമ്മോപദേശമല്ല, മോക്ഷോപദേശമാണ്. എന്തുകൊണ്ടെന്നാൽ നൈവധർമ്മി നചാധർമ്മി നചൈവ ഹി ശുഭാശുഭി, അതാണ് പരമസത്യം. ധർമ്മമല്ല അധർമ്മമല്ല, ധർമ്മിയല്ല അധർമ്മിയല്ല. അപ്പോൾ ധർമ്മത്തിനപ്പുറത്തുള്ളത്, ധർമ്മത്തിൽ നിന്ന് ഭിന്നം അധർമ്മമല്ലേ എന്ന് ചോദിച്ചാൽ അധർമ്മത്തിനും അപ്പുറത്തുള്ളത്, ആപേക്ഷിക തലങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള, അതുപോലെ ചെയ്യപ്പെട്ടതിനും ചെയ്യപ്പെടാത്തതിനും ഉപരിയുള്ള, കൃതവും അകൃതവുമായതിനപ്പുറത്തുള്ള, കഴിഞ്ഞുപോയതിനും വരാനിരിക്കുന്നതിനും ചാൽ കാലത്രയത്താലും ബാധിക്കപ്പെടാത്തത്, 3 കാലത്താലും ബാധിക്കപ്പെടാത്തത് എന്തോ അങ്ങനെയുള്ള തത്വത്തെ നീ അറിയുന്നു. ത്വം പശ്യസി, നീ കാണുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാണുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. നിനക്കതറിയാമെന്ന് എനിക്കറിയാം. ഗുരുവെ കണ്ടെത്താൻ ശിഷ്യന് കഴിയണം.
ഇല്ലെങ്കിൽ സാക്ഷാൽ ശങ്കരാചാര്യരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കും, ഈ കാലത്ത് അനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാരൊക്കെ ഉണ്ടോ? എനിക്കൊരാളെ പറഞ്ഞു തരൂ, അങ്ങനെയുള്ള ആരെങ്കിലും. ഇപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു തരും, നമുക്കുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, തത്വോപദേശം കൊടുക്കുന്നു, അവിടെ പോയിക്കോളൂ. എന്നാൽ ഞാൻ പോട്ടെ, പോയിക്കോളൂ, ആ വഴിക്ക് ചിലവും കൂടി ഇതാ വെച്ചോളൂ. അതെ, സംശയമില്ല. ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് ആണ് ഏറ്റവും പ്രധാനം. നേരത്തെ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? യേയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തീത്യേകേ നായമസ്തീതി ചൈകേ ഏതദ്വിദ്യാമനുശിഷ്ടസ്ത്വയാഹം എന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ ഉണ്ട് എന്ന് ചിലർ പറയണോ, ഇല്ല എന്ന് ചിലർ പറയണോ? ഇതിലിപ്പോൾ എന്താ അപ്പം അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് നീ ഉപദേശിച്ചു തന്നാൽ മനസ്സിലാക്കാമായിരുന്നു എന്ന്. അതൊന്നും കൂടി സ്ഫുടം ചെയ്ത് എന്താണ് തനിക്ക് കേൾക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു ശിഷ്യൻ. എന്താണ്? അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. എത്ര പറഞ്ഞാലും തീരില്ല, അതുകൊണ്ട് അധികം പറയണില്ല.